RSSന്റെ സർവേയെക്കുറിച്ചുള്ള വാർത്ത ആദ്യം വരുന്നത് ലോക്മത്തിലാണ്. മറാത്തി ന്യൂസ് പേപ്പറാണ് ലോക്മത്ത്. ലോക്മത്ത് എന്ന് പറയുന്ന പത്രം ആരുടേതാണ് എന്നതാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. ഈ ലോക്മത്തിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് വിജയ് ദർദ. വിജയ് ദർദ രാജ്യസഭയിലേക്ക് 3 വട്ടം പോയതും കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടിയാണ്. കോൺഗ്രസിന്റെ പിന്തുണയോടെ 1998 മുതൽ 3 വട്ടം തുടർച്ചയായി രാജ്യസഭയിലേക്ക് പോയയാളാണ് വിജയ് ദർദ. അപ്പോൾ പിന്നെ ഈ സർവേയുടെ ആധികാരികതയെക്കുറിച്ച് പ്രേക്ഷകർക്ക് ഏറെക്കുറെ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഒരു പേപ്പർ കഷണമാണ്, അതിന് മുകളിൽ RSS എഴുതി വെക്കുന്നു, 2 കൊടിയുടെ ഇമോജി ഇടുന്നു, എന്നിട്ട് അത് RSSന്റെ സർവേ ആണെന്ന് പറയുന്നു. അത് ഏറ്റുപിടിക്കാൻ കുറേ ആളുകളും. ഇങ്ങനെയൊരു ഇന്റേണൽ ഇൻഫർമേഷൻ എടുത്തുകൊണ്ട് പ്രസിദ്ധീകരിച്ച പത്രത്തിന്റെയും പത്രത്തിന്റെ പിന്നിലുള്ള ആളുകളുടെയും, അതായത് ചെയർമാൻ അടക്കമുള്ള ആളുകളുടെയും രാഷ്ട്രീയം എന്താണ്, അവരുടെ ലക്ഷ്യം എന്താണ്, 2022-ൽ 23-ൽ അതിനു മുൻപ് 2015-ൽ 17-ൽ ഒക്കെ സമാനമായ രീതിയിൽ ലോക്മത്ത് മാത്രമല്ല മറ്റ് സ്ഥാപനങ്ങളും RSSന്റെ ഇന്റേണൽ സർവേ എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ ഇതുപോലെ പ്രസിദ്ധീകരിക്കുകയും അത് അവർ തന്നെ വന്ന് നിഷേധിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. രണ്ടാമത്തെ സർവേ എന്ന് പറയുന്നത് ലോക്നീതി CSDS സർവേയാണ്. അതിൽ അവർ എത്ര സാമ്പിളുകൾ എടുത്തു, അതായത് രാജ്യം മുഴുവൻ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. 543 ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഇന്ത്യയിൽ അവർ സർവേ നടത്തിയിരിക്കുന്നത് 19 സംസ്ഥാനങ്ങളിലാണ്. എടുത്തിരിക്കുന്ന സാമ്പിൾ എന്ന് പറയുന്നത് 10,019 ആളുകൾ മാത്രമാണ്. ഇപ്പോഴത്തെ സർക്കാരിൽ നിങ്ങൾ തൃപ്തരാണോ എന്ന് ചോദിക്കുമ്പോൾ അതിൽ പകുതിയിലേറെ ആളുകളും തൃപ്തരാണ് എന്ന ഉത്തരം ഇതേ സർവേയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓർക്കണം, 10,019 പേരോട് ചോദിക്കുമ്പോൾ പോലും അതിൽ പകുതിയിലധികം ആളുകൾക്ക് അക്കാര്യത്തിൽ സംതൃപ്തിയുണ്ട് എന്നുള്ളതാണ്. അതായത് മോദി ഗ്യാരണ്ടി അത് വോട്ടർമാരിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായി ഒരു ജയവും ഇല്ലാതെ, എടുത്തു പറയാൻ തക്ക ഒരു പ്രോഗ്രസും കൊണ്ടുവരാതെ ഒരേ രീതിയിലാണ് രാഹുൽ ഗാന്ധി തൻ്റെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ തൻ്റെ പൊളിറ്റിക്കൽ ജേണി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാതെ ഒന്ന് മാറി നിൽക്കണം രാഹുൽ ഗാന്ധി എന്നുള്ളതാണ് പ്രശാന്ത് കിഷോർ പറയുന്നത്. 5 വർഷത്തെ ഒരു ബ്രേക്ക് എടുക്കുക, കഴിവുള്ളവരെ മുന്നോട്ട് കൊണ്ടുവന്നാൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്ന് രാഹുൽ ഗാന്ധി ചെയ്തേ പറ്റൂ. അല്ലാതെ മോദി ഗ്യാരണ്ടി ഇല്ല, നരേന്ദ്രമോദി തോൽക്കാൻ പോകുന്നു, RSSന്റെ സർവേ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദിവാസ്വപ്നം കണ്ട് ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല. 2047 രാജ്യത്തെ, അതായത് ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കും എന്നുള്ള ഒരു ഫോർമുല വെച്ചുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിയും BJPയും മുന്നോട്ട് പോകുന്നത്. അതായത് മുന്നോട്ടുള്ള ദിവസങ്ങൾ എത്രത്തോളം മറികടക്കാൻ കഴിയേണ്ടതുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ വെല്ലുവിളികളെ അതിജീവിക്കേണ്ടതുണ്ട്, അതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവരുടേതായ ഒരു വിജയ ഫോർമുല. നിരാശ ബാധിച്ച് ഭ്രാന്ത് പിടിച്ച് എന്തൊക്കെയോ പറയുന്ന ഇന്ത്യ മുന്നണിയുടെ ഒരു കൂട്ടം ആളുകൾ അത് ഏറ്റുപിടിക്കുന്ന ലോക്മത്ത് പോലെയുള്ള മാധ്യമങ്ങൾ, അവരോടൊക്കെ സഹതാപം മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത 3ാം മോദി സർക്കാർ വരുമ്പോൾ, അത് വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമ്പോൾ അയ്യോ EVM ഹാക്ക് ചെയ്തേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന കുറേ ആളുകളെയും കാണേണ്ടി വരുമല്ലോ എന്നുള്ള സങ്കടം മാത്രമാണ് ബാക്കി. ഉത്തരേന്ത്യ കടുക്കും, അത് കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കുമാണ് കടുക്കാൻ പോകുന്നത്.